എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോണത് ചോക്ലേറ്റ് ഫഡ്ജി ബ്രൗണീസ് ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രൗണീസ് ആണത്. മാത്രമല്ല ഇതിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയ സൂപ്പർ ബ്രൗണീസ് ആണ്. നമ്മളിതിൽ മുട്ട ചേർത്തിട്ടില്ല, അതുപോലെ ബേക്കിംഗ് സോഡ, കണ്ടൻസ് മിൽക്ക്, പിന്നെ ബട്ടർ, ഓയിൽ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. എന്നിരുന്നാലും നന്നായിട്ട് ഫ്ലഫി ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. മാത്രമല്ല നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇത് ഉണ്ടാക്കി കൊടുക്കണേ. മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിനി നമ്മുടെ ചോക്ലേറ്റ് ഫഡ്ജി ബ്രൗണീസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 100 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഡബിൾ ബോയിൽ മെത്തേഡിൽ ചെയ്യാം, അല്ലെങ്കിൽ അവനിൽ മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് മൈക്രോവേവിലാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ടുള്ള പേസ്റ്റായി കിട്ടണം. അതിനായിട്ട് വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പൊടിച്ചിട്ടൊന്നുമല്ല ചേർക്കണേ കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ചും ചേർക്കാം. അപ്പോൾ ഇതിൽ ലൈറ്റായിട്ടുള്ള ചൂടുണ്ടാവുമല്ലോ ചോക്ലേറ്റിൽ, അപ്പോൾ ഇതിൽ തന്നെ നന്നായിട്ട് മെൽറ്റായി കിട്ടും. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം, തരികളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി അടുത്ത ഇതിലേക്ക് 1/4 കപ്പ് പുളിയില്ലാത്ത തൈരും പിന്നെ 1 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ളു ഉപ്പ്, 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. ഇത് നിങ്ങൾക്ക് 2-3 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഞാൻ ഡയറക്റ്റായിട്ട് ഇതിൽ ഇട്ടുവെന്നേ ഉള്ളൂ. പിന്നെ എനിക്കിപ്പോൾ ഒന്നും വീഡിയോസ് റെഗുലറായിട്ട് ഇടാൻ സാധിക്കുന്നില്ല. അതിൻ്റെ റീസൺ റെഗുലറായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും. ഞാനിപ്പോൾ ചോക്ലേറ്റ്സും അതുപോലെ തന്നെ കേക്കൊക്കെ സെയിൽ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓർഡർ വരുന്ന സമയത്ത് എല്ലാം കൂടെ എനിക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവുന്നുണ്ട്. യൂട്യൂബിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് നല്ല വിഷമമുണ്ട് കേട്ടോ. എനിക്ക് വ്യൂസ് വളരെ കുറവാണെങ്കിലും എനിക്ക് വീഡിയോസ് ഇടുന്ന സമയത്ത് ഒരു സമാധാനമായിരുന്നു, ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ അവസ്ഥയാണ്. ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കുക, വീഡിയോ എടുക്കാനൊന്നും നിൽക്കാറില്ല. ഇനി ഫ്യൂച്ചറിൽ പോകെ ഞാൻ റെഗുലറായിട്ട് വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കേണ്ട കേട്ടോ. പ്ലാൻ ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് തന്നെയാണ് ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ ചോക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് ക്രഷ്ഡ് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കണം. ബദാമും കാഷ്നട്ട്സും ആണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ഞാൻ ചേർത്തുള്ളൂ കേട്ടോ, ബാക്കി നമുക്ക് ഗാർണിഷിങ്ങിന് വേണം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണം ചേർക്കാനായിട്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ നട്ട്സൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാനാണെങ്കിൽ കപ്പലണ്ടി ഉണ്ടെങ്കിൽ അത് ക്രഷ് ചെയ്തും ചേർക്കാം കേട്ടോ. അപ്പോൾ നട്ട്സ് ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണത്. ബാറ്റർ നല്ല സ്മൂത്തായി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ബ്രൗണി ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. അടുത്ത ഞാനിവിടെ 4 ഇഞ്ചിൻ്റെ സ്ക്വയർ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ബട്ടർ പേപ്പർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ലെവലാക്കി എടുക്കണം. ഇനി ഈ ടിന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചോക്ലേറ്റ്സിൻ്റെ കഷ്ണങ്ങളും, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചോക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് നട്ട്സും തൂവി കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും ഇത് ബേക്കായി വരുന്ന സമയത്ത് കാണാനായിട്ട്. അപ്പോൾ ഞാനിത് അവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 170 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ശേഷം ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രൗണീസ് നല്ല സൂപ്പറായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്ക്യൂർ കൊണ്ട് കുത്തി നോക്കുന്ന സമയത്ത് നല്ല ക്ലീനായിട്ട് വരികയാണെങ്കിൽ നമ്മുടെ ബ്രൗണീസ് നല്ല ബേക്കായി എന്നാണ് അർത്ഥം. ചിലവർക്ക് തരിതരിപ്പോട് കൂടെയുള്ള ബ്രൗണീസ് ആയിരിക്കും ഇഷ്ടം. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അതിന് മുമ്പായിട്ട് നിർത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഡ്രൈ ആവാതിരിക്കാനായിട്ട് ഒരു തുണി കൊണ്ട് കവർ ചെയ്ത ശേഷം നന്നായിട്ട് ആറിയ ശേഷം മാത്രമേ നമ്മൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇൻഫാക്റ്റ് നമ്മളെപ്പോഴും ബ്രൗണീസ് ഉണ്ടാക്കിയിട്ട് അടുത്ത ദിവസം കഴിക്കണതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാനതിവിടെ നിങ്ങൾക്ക് വീഡിയോന് വേണ്ടി എന്ന് തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് ആറിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ബട്ടർ പേപ്പർ പ്ലേസ് ചെയ്യണത് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ എടുക്കാനും പറ്റും. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം.
അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രൗണിയിൽ മുട്ട അതുപോലെ തന്നെ കണ്ടൻസ് മിൽക്ക് ബട്ടർ ഓയിലൊന്നും ചേർത്തിട്ടില്ലെങ്കിൽ പോലും നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. മാത്രമല്ല നല്ല സോഫ്റ്റ് ആൻഡ് ഫഡ്ജി ആണ്. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ശേഷം ഉറപ്പായിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കാനും മറക്കരുതേ. Thanks for watching.